അധ്യായം 38. ലൂതർ ബെയർബാങ്ക്, പനിനീർപ്പൂക്കൾക്കിടയിലെ പുണ്യാത്മാവ്. മെച്ചപ്പെട്ട സസ്യങ്ങൾ വളർത്തിയെടുക്കുന്നതിൻ്റെ രഹസ്യം ശാസ്ത്രീയ ജ്ഞാനം ഒഴിച്ചാൽ സ്നേഹമാണ്. കാലിഫോർണിയയിൽ സാന്റാറോസയിലെ അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ ഞാൻ കൂടെ നടക്കുമ്പോൾ ലൂതർ ബെയർബാങ്ക് മൊഴിഞ്ഞതാണ് ഈ വിജ്ഞാനശകലം. ഭക്ഷ്യയോഗ്യമായ കള്ളിമുൾ ചെടികളുടെ തടത്തിനരികിൽ ഞങ്ങൾ ഒന്ന് നിന്നു. അദ്ദേഹം തുടർന്നു. മുള്ളില്ലാത്ത കള്ളിച്ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു വൈകാരിക സാന്നിധ്യം സൃഷ്ടിക്കാനായി ഞാൻ ആ ചെടികളോട് പലപ്പോഴും സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് പേടിക്കാനായി ഒന്നുമില്ല, ഞാൻ അവയോട് പറയും. നിങ്ങൾക്ക് സുരക്ഷയ്ക്ക് മുള്ളുകൾ ആവശ്യമില്ല. ഞാൻ നിങ്ങളെ സുരക്ഷിതരായി നോക്കും. മരുഭൂമിയിലെ ഉപയോഗപ്രദമായ ഈ ചെടി ക്രമേണ മുള്ളില്ലാത്ത ഇനമായി പരിണമിച്ചു. ഈ അദ്ഭുത പ്രതിഭാസത്തിൽ ഞാൻ ആകൃഷ്ടനായി. പ്രിയപ്പെട്ട ലൂതർ, എൻ്റെ മൗണ്ട് വാഷിംഗ്ടൺ എസ്റ്റേറ്റിൽ നടാനായി ഏതാനും കള്ളിയിലകൾ തരൂ. അടുത്തു നിന്നിരുന്ന ഒരു ജോലിക്കാരൻ ഇലകൾ പറിച്ചെടുക്കാൻ ഒരുങ്ങി. ബെയർബാങ്ക് അയാളെ തടഞ്ഞു. സ്വാമിക്ക് വേണ്ടി ഞാൻ തന്നെ അവ പറിച്ചെടുക്കാം. അദ്ദേഹം എനിക്ക് 3 ഇലകൾ തന്നു. പിന്നീട് ഞാൻ നട്ട അവ വളർന്ന് വലിയ ഒരു തോട്ടമായി പടർന്നപ്പോൾ ഞാൻ സന്തുഷ്ടനായി. തൻ്റെ ആദ്യത്തെ ശ്രേഷ്ഠമായ വിജയം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വലിയ ഉരുളക്കിഴങ്ങാണെന്ന് ആ മഹാനായ തോട്ടകൃഷി വിദഗ്ധൻ പറഞ്ഞു. ഒരു പ്രതിഭാധനൻ്റെ അടങ്ങാത്ത ആവേശത്തോടെ അദ്ദേഹം പ്രകൃതിയിലെ 100 കണക്കിന് സസ്യജാലങ്ങൾ സങ്കരത്തിലൂടെ മെച്ചപ്പെടുത്തി ലോകത്തിന് കാഴ്ചവെച്ചുകൊണ്ടേയിരുന്നു. തക്കാളി, ചോളം, ചുരയ്ക്ക, ചെറി, പ്ലം, പീച്ച്, ബെറി, പോപ്പി, ലില്ലി, റോസ എന്നിവയുടെ പുതിയ ബെയർബാങ്ക് വകഭേദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. സ്വാഭാവിക പരിണാമം വളരെയധികം ത്വരിതപ്പെടുത്താമെന്ന് പ്രസിദ്ധമായി തീർന്ന ഒരു വാൽനട്ട് വൃക്ഷം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു. ആ മരത്തിനടുത്ത് ലൂതർ എന്നെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ അതിൻ്റെ നേരെ തിരിച്ചു. 16 കൊല്ലം മാത്രം കൊണ്ട് ഈ വാൽനട്ട് വൃക്ഷം സമൃദ്ധമായി കായ്ക്കുന്ന സ്ഥിതിയിലെത്തി. എൻ്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ പ്രകൃതിക്ക് ഇതിൻ്റെ ഇരട്ടി സമയം വേണ്ടിവന്നേനെ, അദ്ദേഹം പറഞ്ഞു. ബെയർബാങ്കിൻ്റെ വളർത്തുപുത്രി അവളുടെ നായയുമായി ഓടിച്ചാടി പൂന്തോട്ടത്തിലെത്തി. അവൾ എൻ്റെ മനുഷ്യച്ചെടിയാണ്. ലൂതർ അവൾക്ക് നേരെ വാത്സല്യപൂർവ്വം കൈവീശി. പടർന്നു വളർന്ന ഒരു വിശാല വൃക്ഷമായിട്ടാണ് ഞാൻ ഇപ്പോൾ മനുഷ്യരാശിയെ കാണുന്നത്. അതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട സാഫല്യങ്ങൾക്കായി അതിനു വേണ്ടത് സ്നേഹവും മഹത്തായ വെളിസ്ഥലങ്ങളുടെ സ്വാഭാവിക അനുഗ്രഹങ്ങളും ബുദ്ധിപൂർവമായ സങ്കരണവും തിരഞ്ഞെടുക്കലും മാത്രമാണ്. സസ്യപരിണാമത്തിലെ അത്ര അത്ഭുതകരമായ പുരോഗതി എൻ്റെ ജീവിതകാലത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ലളിതവും വിവേകപൂർവവുമായ ജീവിതത്തിൻ്റെ തത്വങ്ങൾ പഠിപ്പിച്ചാൽ രോഗരഹിതവും സന്തുഷ്ടവുമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാനാവുമെന്ന് ഞാൻ ശുഭാപ്തി വിശ്വാസത്തോടെ പ്രതീക്ഷിക്കുന്നു. നാം പ്രകൃതിയിലേക്കും പ്രകൃതിയുടെ ദൈവികതയിലേക്കും മടങ്ങണം. വാതിൽപ്പുറത്തെ അധ്യയനവും സന്തോഷത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും അന്തരീക്ഷവും കൊണ്ട് എൻ്റെ റാഞ്ചി വിദ്യാലയം നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുമായിരുന്നു ലൂതർ. ബെയർബാങ്കിൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത ഒരു തന്ത്രിയാണ് എൻ്റെ വാക്കുകൾ തൊട്ടുണർത്തിയത്. ശിശുവിദ്യാഭ്യാസമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ആഴമേറിയ ശാന്തമായ കണ്ണുകളിൽ കൗതുകം തിളങ്ങി. അദ്ദേഹം എന്നോട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ഒടുവിൽ പറഞ്ഞു, സ്വാമിജി, അങ്ങയുടേതുപോലുള്ള വിദ്യാലയങ്ങളാണ് ഭാവിയിലെ സുവർണയുഗത്തിൻ്റെ ഏക പ്രതീക്ഷ. പ്രകൃതിയിൽ നിന്ന് വേറിട്ട മുഴുവൻ വ്യക്തിത്വത്തിൻ്റെയും വളർച്ച മുരടിപ്പിക്കുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ പദ്ധതിക്ക് ഞാൻ തീർത്തും എതിരാണ്.
വിദ്യാഭ്യാസം സംബന്ധിച്ച അങ്ങയുടെ പ്രായോഗിക ആദർശങ്ങളുടെ കാര്യത്തിൽ ഞാൻ സർവാത്മന അങ്ങയോട് യോജിക്കുന്നു. സൗമ്യശീലനായ ആ പ്രാജ്ഞപുരുഷനോട് വിടവാങ്ങുമ്പോൾ ഒരു ചെറിയ ഗ്രന്ഥത്തിൽ കയ്യൊപ്പിട്ട് അദ്ദേഹം എനിക്ക് നൽകി. എൻ്റെ ദ ട്രെയിനിങ് ഓഫ് ദ ഹ്യൂമൻ പ്ലാന്റ്, മനുഷ്യ സസ്യത്തിൻ്റെ പരിശീലനം എന്ന പുസ്തകം ഇതാ, അദ്ദേഹം പറഞ്ഞു. പുതിയ തരം പരിശീലനങ്ങൾ, ധീരപരീക്ഷണങ്ങൾ ആവശ്യമാണ്. ഏറ്റവും സാഹസികമായ പരീക്ഷണങ്ങൾ പലപ്പോഴും കായ്കളുടെയും പൂക്കളുടെയും ഉത്തമമായ മികവ് പുറത്തു കൊണ്ടുവരുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലെ പുതുമയാർന്ന പരീക്ഷണങ്ങൾ എണ്ണമറ്റതും ഏറെ ധീരവുമാകണം. അന്നു രാത്രി ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം അതീവ താൽപ്പര്യത്തോടെ വായിച്ചു. മനുഷ്യരാശിക്ക് മഹത്തായ ഒരു ഭാവി വിഭാവനം ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതി: ഈ ലോകത്തെ തീരെ വഴങ്ങാത്ത, വളയ്ക്കാൻ ഏറെ പ്രയാസമായ ജീവനുള്ള വസ്തു ചില സ്വഭാവങ്ങളിൽ വേരൂന്നിക്കഴിഞ്ഞ ഒരു ചെടിയാണ്. ഈ ചെടി അതിൻ്റെ വ്യക്തിത്വം യുഗാന്തരങ്ങളിലൂടെ നിലനിർത്തിയിട്ടുണ്ടെന്നോർക്കുക. ഒരുപക്ഷേ ഈ ദീർഘമായ കാലഘട്ടത്തിൽ ഒരിക്കലും കാര്യമായ തോതിൽ മാറ്റമില്ലാതെ യുഗങ്ങളോളം പിന്നിലേക്ക് അതിൻ്റെ ഉദ്ഭവത്തെ അത് പാറകളിലേക്ക് തന്നെ തെളിക്കുന്നു. ആവർത്തനങ്ങളുടെ ഈ യുഗങ്ങൾക്കെല്ലാം ശേഷം അതുല്യമായ ഉറച്ച ഒരു ഇച്ഛാശക്തി എന്ന് തന്നെ പറയട്ടെ ഈ സസ്യങ്ങൾക്കുണ്ടാകുന്നില്ല എന്ന് കരുതാമോ? മനുഷ്യശക്തിക്ക് ഇതുവരെ മാറ്റാൻ കഴിയാത്തവണ്ണം സ്ഥിരബുദ്ധി നേടിയ സസ്യങ്ങൾ, ഉദാഹരണത്തിന് ചില പനവർഗ്ഗങ്ങൾ, വാസ്തവത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു സസ്യത്തിൻ്റെ ഇച്ഛാശക്തിയുടെ മുമ്പിൽ മനുഷ്യൻ്റെ ഇച്ഛാശക്തി ദുർബലമാണ്. ഒരു പുതിയ ജീവൻ അതിനോട് കൂട്ടിക്കലർത്തുന്നത് മാത്രം കൊണ്ട് ഒരു ചെടിയുടെ ആജീവനാന്ത സ്വഭാവസ്ഥിരത ശിഥിലമാക്കപ്പെടുന്നു. സമ്പൂർണവും ശക്തവുമായ ഒരു വ്യതിയാനമാണ് സങ്കരത്തിലൂടെ സംഭവിക്കുന്നത് എന്നു കാണുക. അപ്പോൾ ഈ വ്യതിയാനം വരുമ്പോൾ അതിനെ തലമുറകളിലൂടെ ക്ഷമയോടെയുള്ള മേൽനോട്ടവും തിരഞ്ഞെടുക്കലും കൊണ്ട് സ്ഥിരീകരിച്ചാൽ അതിൻ്റെ കടുത്ത ഇച്ഛാശക്തി നഷ്ടപ്പെട്ട് പരിവർത്തനം വന്ന് പഴയ സ്വഭാവത്തിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാത്ത വിധത്തിൽ ആ പുതിയ ചെടി അതിൻ്റെ പുതിയ വഴിക്ക് തിരിക്കുന്നു. ഒരു കുട്ടിയുടെ സംവേദനക്ഷമവും എളുപ്പം വഴങ്ങുന്നതുമായ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നം തികച്ചും ലഘുവായിത്തീരുന്നു. മഹാനായ ഈ അമേരിക്കക്കാരനിലേക്ക് ഒരു കാന്തത്താൽ എന്നവണ്ണം ആകൃഷ്ടനായ ഞാൻ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും സന്ദർശിച്ചു. ഒരു പ്രഭാതത്തിൽ തപാൽ ശിപായിയും ഞാനും ഒരുമിച്ചാണ് എത്തിയത്. ഏതാണ്ട് 1000 കത്തുകളാണ് ബെയർബാങ്കിൻ്റെ പഠനമുറിയിലേക്ക് അയാൾ കൊണ്ടുവന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തോട്ടകൃഷി വിദഗ്ധർ അദ്ദേഹത്തിന് എഴുതിയിരുന്നു. സ്വാമിജി, അങ്ങയുടെ സാന്നിധ്യമാണ് ഉദ്യാനത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് പറ്റിയ ഒഴിവുകഴിവ്, ലൂതർ ആഹ്ലാദത്തോട് പറഞ്ഞു. യാത്രാവിവരങ്ങളുടെ 100 കണക്കിന് ഫയലുകൾ വച്ചിട്ടുള്ള വലിയ മേശവലിപ്പ് അദ്ദേഹം തുറന്നു. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ യാത്രകൾ നടത്തുന്നത്. ചെടികളും എഴുത്തുകുത്തുകളുമായി സദാ തിരക്കിലായ ഞാൻ എൻ്റെ വിദേശയാത്രയ്ക്കുള്ള കൊതി ഈ പടങ്ങൾ ഇടയ്ക്കിടെ നോക്കി തീർക്കുന്നു. എൻ്റെ കാർ അദ്ദേഹത്തിൻ്റെ ഗേറ്റിൽ നിന്നിരുന്നു. ആ ചെറിയ പട്ടണത്തിലെ തെരുവുകളിലൂടെ ലൂതറും ഞാനും കാർ ഓടിച്ചു പോയി. അദ്ദേഹം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാന്റാ റോസ, പീച്ച് ബ്ലൂ, ബെയർബാങ്ക് എന്നീ ഇനം റോസുകൾ നിറമാല ചാർത്തിയ പൂന്തോട്ടങ്ങൾ അവിടെയുണ്ടായിരുന്നു. മുമ്പൊരിക്കൽ എൻ്റെ സന്ദർശനവേളയിൽ ഈ മഹാനായ ശാസ്ത്രകാരൻ ക്രിയാദീക്ഷ സ്വീകരിച്ചിരുന്നു. ഞാൻ ക്രിയായോഗ വിദ്യ ഭക്തിപൂർവം അനുഷ്ഠിക്കുന്നുണ്ട് സ്വാമിജി, അദ്ദേഹം പറഞ്ഞു. യോഗാഭ്യാസത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റിയുള്ള ശ്രേഷ്ഠമായ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ച ശേഷം ലൂതർ സാവധാനം പറഞ്ഞു, പാശ്ചാത്യദേശം ആരാഞ്ഞു തുടങ്ങിയിട്ട് പോലുമില്ലാത്ത ജ്ഞാനത്തിൻ്റെ വിപുലമായ ശേഖരം വാസ്തവത്തിൽ പൗരസ്ത്യദേശത്തിന് കൈമുതലായുണ്ട്. പ്രകൃതിയുമായുള്ള അദ്ദേഹത്തിൻ്റെ ഗാഢമായ ആത്മസംവാദം കൊണ്ട് അതീവ ഗൂഢമായി സൂക്ഷിച്ചു പോന്ന തൻ്റെ പല രഹസ്യങ്ങളും പ്രകൃതി അദ്ദേഹത്തിന് തുറന്നു കാട്ടി. അത്
ബേർബാങ്കിന് അതിരറ്റ ഒരു ആത്മീയ സമാരാധ്യത നൽകി. ചിലപ്പോഴൊക്കെ ആ അനന്തശക്തിയോട് ഏറെ അടുപ്പം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. സങ്കോചത്തോടെ അദ്ദേഹം ഒരു രഹസ്യം എനിക്ക് കൈമാറി. അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മവേദിയും സുഭഗവുമായ മുഖം ഓർമ്മകളാൽ പ്രദീപ്തമായി. ആ വേളകളിൽ എൻ്റെ ചുറ്റുമുള്ള രോഗികളെയും അതേപോലെ അസുഖം ബാധിച്ച ചെടികളെയും എനിക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആത്മാർത്ഥതയുള്ള ഒരു ക്രിസ്ത്യാനിയായിരുന്ന തൻ്റെ അമ്മയെപ്പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞു. അവരുടെ മരണത്തിന് ശേഷം പല പ്രാവശ്യം അവർ ദർശനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർ എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കാത്തുകിടന്ന 1000 കത്തുകളിലേക്ക് ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ തിരിച്ചുപോയി. ഞാൻ പറഞ്ഞു, ലൂതർ, പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങളുടെ സത്യദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആനുകാലിക പ്രസിദ്ധീകരണം ഞാൻ അടുത്ത മാസം ആരംഭിക്കും. ആ പ്രസിദ്ധീകരണത്തിന് ഒരു നല്ല പേര് നിശ്ചയിക്കാൻ എന്നെ ദയവായി സഹായിക്കണം. കുറച്ചു സമയം ഞങ്ങൾ ചില പേരുകൾ ചർച്ച ചെയ്തു. ഒടുവിൽ ഈസ്റ്റ് വെസ്റ്റ് എന്നാകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പഠനമുറിയിൽ തിരികെ കയറിയപ്പോൾ അദ്ദേഹം എഴുതിയ ശാസ്ത്രവും സംസ്കാരവും എന്ന ലേഖനം ബേർബാങ്ക് എനിക്ക് തന്നു. ഈസ്റ്റ് വെസ്റ്റിൻ്റെ ആദ്യ ലക്കത്തിൽ ഇത് വരും. ഞാൻ നന്ദിപൂർവ്വം പറഞ്ഞു. ഞങ്ങളുടെ സൗഹൃദം വളർന്നപ്പോൾ ഞാൻ ബേർബാങ്കിനെ എൻ്റെ അമേരിക്കൻ പുണ്യവാളൻ എന്ന് വിളിച്ചു. നിഷ്കപടനായ ഒരു യഥാർത്ഥ മനുഷ്യനെ ഇവിടെ ദർശിക്കൂ, ഞാൻ പരാവർത്തനം ചെയ്തു. എളിമ, ക്ഷമ, ത്യാഗശീലം എന്നിവ ദീർഘകാലമായി പരിശീലിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയം അളക്കാനാവാത്തവണ്ണം അഗാധമായിരുന്നു. പനിനീർ ചെടികളുടെ ഇടയിലെ അദ്ദേഹത്തിൻ്റെ ചെറിയ വീട് കർക്കശമായ ലാളിത്യം പ്രദർശിപ്പിച്ചു. ആഡംബരത്തിൻ്റെ അർത്ഥശൂന്യമായ കൈവശവസ്തുക്കൾ കുറയ്ക്കുന്നതിൻ്റെ സൗഖ്യവും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ശാസ്ത്രജ്ഞനെന്ന നിലയിലുള്ള തൻ്റെ പ്രശസ്തിയിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്ന എളിമ, പാകമായ പഴങ്ങളുടെ ഭാരത്താൽ കുനിയുന്ന വൃക്ഷങ്ങളെ എൻ്റെ ഓർമ്മയിൽ വീണ്ടും വീണ്ടും കൊണ്ടുവന്നു. പഴങ്ങളില്ലാത്ത പാഴ്മരമാണ് അതിൻ്റെ തല പൊള്ളയായ പൊങ്ങച്ചത്തിൽ പൊക്കിപ്പിടിക്കുന്നത്. 1926 എൻ്റെ പ്രിയ സുഹൃത്ത് ദിവംഗതനായപ്പോൾ ഞാൻ ന്യൂയോർക്കിലായിരുന്നു. കണ്ണീരോടെ ഞാൻ ചിന്തിച്ചു, അദ്ദേഹത്തെ ഒരു നോക്കുകൂടി കാണാൻ കഴിയുമെങ്കിൽ ഇവിടെ നിന്നും സാന്റാ റോസ വരെയുള്ള വഴി മുഴുവൻ ഞാൻ സന്തോഷത്തോടെ കാൽനടയായി പിന്നിടും. സെക്രട്ടറിമാരിൽ നിന്നും സന്ദർശകരിൽ നിന്നും അകന്ന് കതക് പൂട്ടി അടുത്ത 24 മണിക്കൂർ നേരം ഞാൻ ഏകാന്തതയിൽ ചെലവഴിച്ചു. അടുത്ത ദിവസം ലൂതറിൻ്റെ ഒരു വലിയ ചിത്രത്തിനു മുന്നിൽ വൈദിക ചടങ്ങുകളോടെ ഞാൻ ഒരു അനുസ്മരണം നടത്തി. ശരീരത്തിൻ്റെ ഘടകങ്ങളുടെയും അവയുടെ അനന്ത സ്രോതസ്സിലേക്കുള്ള മടക്കത്തിൻ്റെയും പ്രതീകമായി പുഷ്പം, ജലം, അഗ്നി എന്നിവ കൊണ്ടുള്ള ഒരു അഞ്ജലി നടത്തിയപ്പോൾ എൻ്റെ ഒരു സംഘം അമേരിക്കൻ വിദ്യാർത്ഥികൾ മരണാനന്തര ചടങ്ങുകൾക്കുള്ള ഹൈന്ദവ വേഷത്തിൽ പ്രാചീന മന്ത്രങ്ങൾ ഉരുവിട്ടു. സ്വന്തം പൂവാടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ബേർബാങ്ക് നട്ടുവളർത്തിയ ഒരു ലെബനൻ സിഡാർ വൃക്ഷത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നുവെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വഴിയരികിൽ പൂക്കുന്ന വിടർന്ന മിഴികളോടുകൂടിയ ഏതു പൂവിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് കുടിയിരിക്കുന്നു. പ്രകൃതിയുടെ വിരാട സത്തയിലേക്ക് കുറേ കാലത്തേക്ക് പിൻവാങ്ങിയ ലൂതറല്ലേ അവളുടെ ഇളം കാറ്റിൽ മന്ത്രിക്കുന്നത്, പുലരികളിൽ ഉലാത്തുന്നത്? അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ സാധാരണ ഭാഷയുടെ പൈതൃകത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ബേർബാങ്ക് ഒരു സകർമ്മക ക്രിയയായി ചേർത്തിട്ട് വെബ്സ്റ്ററുടെ ന്യൂ ഇൻ്റർനാഷണൽ ഡിക്ഷണറി അതിനെ നിർവചിക്കുന്നു. സസ്യസങ്കരണം നടത്തുക, ഒട്ടുചെടികൾ വളർത്തുക, അതുകൊണ്ട് ആലങ്കാരികമായി ഒരു പ്രക്രിയ അല്ലെങ്കിൽ സ്ഥാപനം മെച്ചപ്പെടുത്തുക, നല്ല പ്രത്യേകതകൾ തിരഞ്ഞെടുത്തും ചീത്തയെ ഒഴിവാക്കിയും അല്ലെങ്കിൽ നല്ല പ്രത്യേകതകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നന്നാക്കുക. പ്രിയപ്പെട്ട ബേർബാങ്ക്,
നിർവചനം വായിച്ചിട്ട് ഞാൻ ഉറക്കെ പറഞ്ഞുപോയി, അങ്ങയുടെ പേര് തന്നെ ഇന്ന് നന്മയുടെ പര്യായമാണ്. ലൂതർ ബെയർബാങ്കിൻ്റെ ഒരു കത്ത് ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നു. സാന്റാ റോസ, കാലിഫോർണിയ, USA, ഡിസംബർ 22, 1924. ഞാൻ സ്വാമി യോഗാനന്ദൻ്റെ യോഗദാ പദ്ധതി പരീക്ഷിച്ചു നോക്കി. മനുഷ്യൻ്റെ കായികവും മാനസികവും ആത്മീയവുമായ സ്വഭാവങ്ങളെ പരിശീലന വിധേയമാക്കുന്നതിനും സമരസപ്പെടുത്തുന്നതിനും എൻ്റെ അഭിപ്രായത്തിൽ അത് ഉത്തമമാണ്. എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ ലോകമെമ്പാടും സ്ഥാപിക്കുക എന്നതാണ് സ്വാമിജിയുടെ ലക്ഷ്യം. അവയിൽ വിദ്യാഭ്യാസം വെറും ബൗദ്ധിക വികാസത്തിൽ മാത്രം സ്വയം ഒതുങ്ങുകയില്ല. ശരീര മനോബുദ്ധികളുടെ പരിശീലനവും കൂടി അവിടെ നൽകപ്പെടും. ഏകാഗ്രതയുടെയും ധ്യാനത്തിൻ്റെയും ലളിതവും ശാസ്ത്രീയവുമായ മാർഗങ്ങളുള്ള ശാരീരിക, മാനസിക, ആധ്യാത്മിക വികാസത്തിൻ്റെ യോഗദാ പദ്ധതിയിലൂടെ ജീവിതത്തിലെ മിക്ക സങ്കീർണ പ്രശ്നങ്ങളും പരിഹരിക്കാനും ലോകത്ത് സമാധാനവും സൗമനസ്യവും കൊണ്ടുവരാനും കഴിയും. ശരിയായ വിദ്യാഭ്യാസത്തെപ്പറ്റിയുള്ള സ്വാമിയുടെ സങ്കല്പം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണ്. അതിൽ അജ്ഞേയമായും അപ്രായോഗികമായും ഒന്നുമില്ല. അല്ലാത്ത പക്ഷം എൻ്റെ അംഗീകാരം അതിനുണ്ടാവുകയില്ലായിരുന്നു. ജീവനകല പരിശീലിപ്പിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാലയങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാമിജിയുടെ ആഹ്വാനത്തിൽ ഹൃദയപൂർവ്വം പങ്കുചേരുവാൻ ഈ അവസരം ലഭിച്ചതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു. അവ സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ ഇത്തരം വിദ്യാലയങ്ങൾ ഒരു സുവർണകാലത്തിൻ്റെ ആഗമനം ഞാൻ അറിയുന്ന മറ്റെന്തുമെന്ന പോലെ അടുത്തെത്തിക്കും. ലൂതർ ബെയർബാങ്ക്, ഒപ്പ്.